വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹക്കോബ മെറ്റീരിയൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പം ഇതിന്റെ വേസ്റ്റ് ലൈനിലായിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള എംബ്രോയിഡറി ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 3 മീറ്റർ ഹക്കോബ മെറ്റീരിയലും അതുപോലെ തന്നെ 2.5 മീറ്റർ അല്ലെങ്കിൽ 2.25 മീറ്ററോളം ലൈനിങ്ങുമാണ് നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ നമ്മുടെ ഹക്കോബായും അതുപോലെ തന്നെ ലൈനിങ്ങും കൂടെ ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുവാണ്. ഞാനൊരു 45 ഇഞ്ച് ഇറക്കമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളിത് പ്രിൻസസ് പാനലിൽ അങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു 3-4 ഇഞ്ചും കൂടെ കൂടുതൽ ഇറക്കം വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ആ ഒരു വിട്ടിന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വിട്ട് വൈസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വീണ്ടും ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലൈനിങ്ങും ഫോൾഡ് ചെയ്തിട്ടിരിക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്ക്കുന്നത് 34 ചെസ്റ്റ് സൈസിനാണ്. അതുകൊണ്ട് തന്നെ ഷോൾഡർ വരുന്നത് 14 ഇഞ്ചാണ്. അപ്പം 14ൻ്റെ പകുതി 7 ഇഞ്ച് ഞാൻ ആദ്യമേ മാർക്ക് ചെയ്യുന്നു. എനിക്ക് പൊതുവേ കൈക്ക് നല്ല വണ്ണക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 6.5 ഇഞ്ചാണ് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. 7 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഡീപ്പായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 6.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 6ൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച ശേഷം ഇതുപോലെ കർവ് ചെയ്ത്, പക്ഷേ നമ്മൾ താഴോട്ട് വരുമ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് വെട്ടുന്നത്. എൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. നമ്മളെപ്പോഴും ഇങ്ങനെ വെട്ടുന്നതാണ് നമ്മുടെ ആ ഒരു സ്ലീവ് നല്ല നീറ്റായിട്ടിരിക്കാൻ എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ആം ഹോളിൻ്റെ അവിടെ ഭയങ്കരമായിട്ടുള്ള ചുരുക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ചെസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 34 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് വരുന്നത്. അപ്പോൾ 34നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 നമുക്ക് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് ലൂസും അതുപോലെ തന്നെ 1 ഇഞ്ച് സീം അലവൻസും, അതിൻ്റെ കൂട്ടത്തിൽ പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ 1 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടിയിട്ട് വേണം നമ്മൾ ചെസ്റ്റ് പോർഷൻസ് മാർക്ക് ചെയ്യാൻ, ചെസ്റ്റും വേസ്റ്റും ഒക്കെ. കാരണം നമുക്ക് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കട്ടിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങിനുമായിട്ട് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെസ്റ്റ് സൈസ് വരുന്നത് 11 ഇഞ്ചാണ്. അതുപോലെ തന്നെ വേസ്റ്റ് വരുന്നത് 10 ഇഞ്ചുമാണ്. വേസ്റ്റിൽ നിന്ന് താഴേക്ക് എ ലൈൻ പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ബോട്ടം പോർഷനിൽ ഞാൻ ഏകദേശം ഒരു 49 ഇഞ്ചോളം ഞാൻ ഇറക്കം ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇറക്കത്തിനാണ് ഇപ്പം കട്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു പോർഷൻസ് കട്ട് ചെയ്ത് എടുക്കുവാണ്. ഹക്കോബ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്യാനൊരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ടും ബാക്കും നമ്മൾ മെയിൻ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് പ്രിൻസസ് കട്ട് കൊടുക്കുന്നത്. അപ്പം ഷോൾഡറിൻ്റെ അവിടെ ജോയിൻറ്റ് വരുന്നതുകൊണ്ട് ആ ഒരു പോർഷനാണ് ഞാൻ ലൈനിങ്ങിൻ്റെയും ഹക്കോബായിൻ്റെയും മെറ്റീരിയലിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഹക്കോബ മെറ്റീരിയൽ ലൈനിങ് മാറ്റിയതിന് ശേഷം പ്ലേസ് ചെയ്തിട്ടിരിക്കുവാണ്. അപ്പം ഇവിടെ പ്രിൻസസ് കട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ആം ഹോളിൻ്റെ സെൻറ്റർ കാണുവാണ്. ഇനി നമുക്ക് ബെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യണം. അപ്പം 9.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡറിൽ നിന്ന് അളവെടുക്കുമ്പം, പക്ഷേ നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടി 10.5 നമ്മൾ മാർക്ക് ചെയ്യുന്നത്. തയ്യൽ തുമ്പ് വരുന്നത് കൊണ്ടാണ് 10.5 മാർക്ക് ചെയ്യുന്നത്. സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് വിട്ടുമാണ് കൊടുക്കുന്നത്. അപ്പം ആ ഒരു പോയിൻറ്റിലൂടെ നമ്മൾ നേരെ താഴേക്ക് നമ്മുടെ ആ ഒരു പ്രിൻസസിൻ്റെ ലൈൻസ് നമ്മൾ കൊടുക്കുവാണ്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പ്രിൻസസ് ലൈന് ഭാഗത്തോട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മുടെ ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസിന് അല്പം കൂടി ഷേപ്പ് കൊടുക്കുന്നതിനായിട്ട് നമ്മൾ ബ്ലൗസിനൊക്കെ കൊടുക്കുന്നത് പോലെ ഒരു 1 ഇഞ്ചോളം കയറ്റി കേർവ് കൊടുത്ത്, അതായത് ഒരു വളഞ്ഞ വര വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ ചെസ്റ്റിൻ്റെ പോർഷൻ നല്ല ഷേപ്പോട് കൂടി നീറ്റായിട്ടിരിക്കും. ഇത് നമ്മൾ നമ്മുടെ ടോപ്പിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള പീസുകളാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ടോപ്പിന് എക്സ്ട്രാ ഫ്ലെയർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു പോർഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി അതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മുടെ ഹക്കോബയുടെ സൈഡുകളിലായിട്ട്, അതായത് സെൽവ് എഡ്ജുകളിലായിട്ട് ഒരു 3 ഇഞ്ചോളം നമുക്ക് ഒരു വർക്കും ഇല്ലാത്ത പ്ലെയിൻ മെറ്റീരിയൽ വരുന്നുണ്ട്. അപ്പം ആ ഒരു പോർഷനാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്.
അതിനുശേഷം നമ്മുടെ സൈഡ് പോർഷൻസ് നമ്മളൊരു ട്രയാങ്കിൾ പീസ് പോലെ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുവാണ്. അപ്പം ഇത് നമ്മുടെ വേസ്റ്റിൻ്റെ താഴോട്ടുള്ള പോർഷനിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് അങ്ങനെ നമ്മുടെ ടോപ്പിന് ഫ്ലെയർ കൂട്ടുന്നുണ്ട്. അപ്പം നമ്മളിപ്പം കട്ട് ചെയ്തെടുത്ത പീസുകൾ ഇതുപോലെ നമ്മുടെ പ്രിൻസസിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ടാണ് വരുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫ്ലെയർ കൂട്ടാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നെക്ക് ഇച്ചിരി ഇറക്കത്തിലാണ് കൊടുക്കുന്നത്, 6 ഇഞ്ച് ഇറക്കമാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ പ്രിൻസസ് ആയിട്ട് ഹക്കോബയിൽ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ലൈനിങ്ങിൽ നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ നെക്കൊന്ന് മാർക്ക് ചെയ്യുവാണ്. അപ്പം നെക്കിന് 4 ഇഞ്ച് വിഡ്ത്താണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ 6 ഇഞ്ച് ഇറക്കവും അല്പം വൈഡായിട്ടുള്ള നെക്കാണ് നമ്മളിതിന് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്കിലെ നെക്ക് മാർക്ക് ചെയ്യാം. അപ്പം അതിനു വേണ്ടി നമ്മുടെ ബാക്കിലെ പീസിലെ സെൻറ്റർ പാർട്ടും അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും കൂടെ ഇതുപോലെ വെക്കുവാണ്. അപ്പോൾ നെക്കിൻ്റെ വിട്ട് വരുന്നത് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തതുപോലെ തന്നെ 4 ഇഞ്ചും ഇറക്കം നമ്മളൊരു 3.5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ലൈനിങ്ങിൽ നമ്മൾ ഹക്കോബയുടെ സെൻറ്റർ പീസ് വെച്ച് പ്രിൻസസ് കട്ട് ചെയ്ത് എടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റേ പീസും നമ്മൾ അതുപോലെ തന്നെ പ്രിൻസസ് കട്ട് ലൈനിങ്ങിൽ കട്ട് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ലൈനിങ് നമ്മൾ പ്രിൻസസ് കട്ട് സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു കട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കേർവ് അതിന് ഇട്ട് കൊടുക്കുവാണ്. അപ്പം നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ടിലെ പീസുകൾ വരുന്നത്. ഇത് ജോയിൻറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ ഫ്രോക്ക് ഫൈനലാകുന്നത്. അപ്പം ഞാനിങ്ങനെ ഓരോ പീസും അത് ഏതൊക്കെ പാർട്ടിലാണ് വരുന്നതെന്ന് ഞാനിങ്ങനെ അലൈൻ ചെയ്ത് ഇട്ടിരിക്കുന്നതാണിത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്ലെയറിനായിട്ട് അഡീഷണലായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ക്ലോത്താണ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അത് നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് അതിൻ്റെ സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിലെ സെൻറ്റർ പീസാണ്. അതപ്പോൾ നമുക്ക് ആം ഹോളിൽ നിന്ന് താഴേക്ക് ജോയിൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു സൈഡിലെ പ്രിൻസസ് പീസും അതുപോലെ തന്നെ അഡീഷണൽ ഫ്ലെയറിനുള്ള പീസും അറ്റാച്ച് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ വശവും ചെയ്തു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ എല്ലാ പീസുകളും ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദാ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇടുമ്പോൾ നല്ല ഷേപ്പിൽ നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഇനിയാണ് നമ്മൾ എംബ്രോയ്ഡറി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബ്രദറിൻ്റെ GS2700 എന്ന് പറയുന്ന ടേബിൾ ടോപ്പ് മെഷീനാണ് ഞാൻ എംബ്രോയ്ഡറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ നമ്പർ 8 എന്ന് പറയുന്ന പാറ്റേൺ ആണ് ഞാൻ എംബ്രോയ്ഡറി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് വന്നിട്ടൊരു സ്കാലപ്പ് ടൈപ്പ് പാറ്റേൺ ആണ്. അതിനുശേഷം ഞാൻ സ്റ്റിച്ച് ലെങ്ത്ത് മാക്സിമം കുറച്ചിടുകയാണ്. എന്നാൽ മാത്രമേ തൊട്ടടുത്തായിട്ടുള്ള സ്കാലപ്പിങ്ങിൻ്റെ പാറ്റേണിൽ സ്റ്റിച്ചസ് വരത്തുള്ളൂ. അതിനുശേഷം ഞാൻ സ്റ്റിച്ച് വിട്ട് മാക്സിമം ആക്കി ഇടുവാണ്. ഹക്കോബ മെറ്റീരിയലിലെ ആ കളറിലെ ആ സെയിം കളർ കൊണ്ട് തന്നെ ഒരു സെൽഫ് പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഈ സ്റ്റിച്ചസ് കറക്റ്റായിട്ട് പിടിക്കുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാനൊരു റഫ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ നല്ല ക്ലോത്തിലേക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വേസ്റ്റ് ലൈനിൽ ഒരു 1.5 ഇഞ്ച് വിട്ടിനാണ് ഞാൻ എൻ്റെ സ്കാലപ്പിംഗ് ലൈൻസ് പോലെ വൺ സൈഡ് ടു അതർ സൈഡിലേക്ക് സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ടുള്ള പാർട്ടിൽ ഞാൻ കുറച്ച് സ്റ്റോൺസും അതുപോലെ തന്നെ ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തയ്ക്കുമ്പോൾ മിഷനിൽ എപ്പോഴും നമ്മൾ ഒരേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പാറ്റേണിന് ഒരു ഫിനിഷിങ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു ലൈൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിന് ഒരു ലൈനും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 2 ലൈൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പാറ്റേൺ ഇതുപോലെയാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ത്രെഡ് വർക്കും അതുപോലെ തന്നെ ബീഡ്സും സ്റ്റോൺസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ രീതിയിലുള്ള ത്രെഡ് എംബ്രോയ്ഡറിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അല്പം വലിപ്പമുള്ള സൂചിയിലേക്ക് നൂല് കോർത്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിന് വേണ്ടി ത്രെഡർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ തിക്നെസ് ഉള്ള നൂലാണ് കടത്തി വിടുന്നത്. അപ്പം ഞാൻ ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ഈക്വൽ ഡിസ്റ്റൻസിന് 1-2 ഫ്ലവേഴ്സാണ് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഫ്ലവേഴ്സൊന്നും അല്ല കൊടുക്കുന്നത്. 4-5 ലീഫ് പോലെ ജസ്റ്റ് ഒരു മാർക്കിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. ആദ്യമേ ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു ടൈപ്പ് ഫ്ലവർ ചെയ്യാനായിരുന്നു. പക്ഷേ ഈ ഹക്കോബായിൽ ഇങ്ങനെ ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഓരോ ലീവ്സിനും ഡിസ്റ്റൻസ് ഒരേ രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ഞാനത് മാറ്റിയിട്ട് സാധാരണ ഫ്ലവറാണ് കൊടുത്തത്. അപ്പം ഇതുപോലുള്ള 1-2 ഫ്ലവേഴ്സ് ഞാൻ ഈക്വൽ ഡിസ്റ്റൻസിൽ 2-3 സ്റ്റിച്ച് ചെയ്തു.
അപ്പോൾ ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹാഫ് ബീഡ്സ്. ഒത്തിരി വലുപ്പമുള്ള ബീഡ്സ് അല്ല, ഒരു മീഡിയം, ഒരു വളരെ ചെറുതുമല്ല എന്നാൽ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബീഡ്സ് ഞാനൊരു സൈഡിൽ നിന്ന് 1.5 ഇഞ്ച് വിട്ടിട്ടാണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് സ്റ്റിച്ചിങ് വരുന്നത് കൊണ്ട് ബീഡ്സിൻ്റെ പുറത്തൂടെ കയറി പോകാതിരിക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് അവിടെ വിട്ടതിന് ശേഷമാണ് ഞാൻ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ ഞാൻ കുറച്ചേറെ ബീഡ്സുകൾ ആ ഒരു ലൈൻസിൻ്റെ ഇടയിൽ കുറേ ഇടത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഹാഫ് ബീഡ്സ് ആയതുകൊണ്ട് തന്നെ ഇത് മറിഞ്ഞ് പോകണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഗമ്മൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചത്. ഫുൾ ബീഡ്സ് ആണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ 1-2 ബീഡ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഓരോ നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ബീഡ്സും ഊരി പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 3-4 ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഓരോ കെട്ടുകൾ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഡ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെയാണ് വരുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ത്രെഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഗം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് B7000 എന്ന് പറയുന്ന സക്സൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഗമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ ബാക്കിലെ ത്രെഡിന് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബീഡ്സും സാധനങ്ങളും ഒക്കെ ഒറ്റ അലക്ക് കൊണ്ട് ഊരിപ്പോകാതെയൊക്കെ ഇരിക്കും. അപ്പം എപ്പോഴും നമ്മൾ എംബ്രോയ്ഡറി അല്ലെങ്കിൽ ഇതുപോലെ, എംബ്രോയ്ഡറിക്ക് അത്രയും പ്രശ്നമില്ല, ഇതുപോലെ ത്രെഡ് വർക്കും ബീഡ്സും ഒക്കെ സാധാരണ രീതിയിൽ സൂചി കൊണ്ട് കോർത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ കുറച്ച് കാലം നിൽക്കും അത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലെ മെയിൻ പീസിൻ്റെ, അതായത് ഹക്കോബ മെറ്റീരിയലിലെ മെയിൻ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈനിങ്ങിൽ നമ്മൾ പ്രിൻസസ് സൈഡുകൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഫ്ലെയറിൻ്റെ പീസുകൾ അറ്റാച്ച് ചെയ്യുന്നില്ല. മറ്റേ സൈഡ് നമ്മളിതുപോലെ തന്നെ പ്രിൻസസ് പീസ് ജോയിൻറ്റ് ചെയ്യുവാണ്. നമ്മൾ ഫ്രണ്ടിലെ ഹക്കോബ മെറ്റീരിയലിൽ ചെയ്തതുപോലെ നമ്മുടെ ഫ്ലെയർഡ് പീസുകളും അതുപോലെ തന്നെ പ്രിൻസസ് പാനലുകളും നമ്മൾ ജോയിൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജോയിൻറ്റ് ചെയ്തത് നമ്മുടെ ഫ്ലെയറിനുള്ള അഡീഷണൽ പീസുകളാണ്. ഇനി നമ്മുടെ പ്രിൻസസ് പാനലുകൾ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി നമ്മൾ അടുത്ത പാനൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്.
ഇനി നമുക്ക് നമ്മുടെ ബാക്കിലെ ലൈനിങ്ങുകൾ ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം അതിൻ്റെ സൈഡ് പാനൽസാണ് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ഫ്രണ്ടിൽ എംബ്രോയ്ഡറി ചെയ്തെടുത്തതുപോലെ തന്നെ നമ്മൾ ബാക്കിലും കുറച്ച് പോർഷനിൽ നമ്മൾ ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് കാണിക്കാം. അപ്പം അത് ഇതുപോലെയാണ് വരുന്നത്. അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഞാൻ ആ ഒരു സ്പേസ് വിട്ടിരിക്കുന്നത് അവിടെ ഒരു ബോയും അതുപോലെ തന്നെ ഒരു ടെയിലും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ നെക്കിന് കൊടുക്കാനുള്ള അഡീഷണൽ പീസ് കട്ട് ചെയ്യുവാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് മറിച്ചടിക്കുവാണ് ചെയ്യുന്നത്. വേണം നിങ്ങൾക്ക് ഹക്കോബയുടെ പുറത്തെ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അകത്തേക്ക് മറിക്കാം. പക്ഷേ ഞാനൊരു അഡീഷണൽ പീസ് എക്സ്ട്രാ ഞാൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം നെക്ക് ഇച്ചിരി സ്റ്റിഫായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു പീസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റിഫും യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ സ്റ്റിഫ് യൂസ് ചെയ്യുന്നില്ല. ബാക്ക് നെക്കിന് വേണ്ടിയും ഞാൻ ഇതുപോലെ തന്നെ ഒരു അഡീഷണൽ പീസ് കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇനി നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ പുറത്ത് നമ്മൾ ഇതുപോലെ ഹക്കോബ മെറ്റീരിയലിൻ്റെ നെക്ക് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് വെക്കുവാണ്. ഇനി ഇതിൻ്റെ പുറമെയാണ് നമ്മൾ നമ്മുടെ ആ ഒരു അഡീഷണലായിട്ട് കട്ട് ചെയ്ത പീസ് വെക്കുന്നത്. നമ്മുടെ ഈ അഡീഷണൽ പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മളതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അഡീഷണൽ പീസിൻ്റെ ആ ഒരു തുമ്പും അടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ഇട്ടതിൻ്റെ സൈഡിലായിട്ട് നോച്ചസും ഇട്ട് കൊടുക്കണം. ഇതുപോലെ നോച്ചസ് ഇടുമ്പം ത്രെഡ്സ് കട്ടായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ത്രെഡ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തൂടെ ഒരു സ്റ്റിച്ചിങ് ഉറപ്പായിട്ടും ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതുപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോച്ചസ് ഇടാൻ മറക്കരുത്. കാരണം നോച്ചസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് നല്ല നീറ്റായിട്ടിരിക്കുകയില്ല, ഒരു പിടുത്തം പോലെയും. അതുമാത്രമല്ല നമ്മൾ ഈ വെച്ചിരിക്കുന്ന അഡീഷണൽ പീസ് പുറത്തേക്ക് തള്ളി വരികയും ചെയ്യും. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഫോൾഡ് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മുടെ ആം ഹോൾ ഏരിയ ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് ഓൾറെഡി നല്ല വൈഡാണ്. അപ്പം നമ്മൾ ഈ 7 ഇഞ്ചിൻ്റെ ഷോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒത്തിരി നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഒത്തിരി ഡിപ്പായിട്ട് താഴേക്ക് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നെക്ക് ഡീപ്പായതുകൊണ്ടാണ് ഞാൻ ഷോൾഡറിൻ്റെ വലിപ്പം ഒരു 3/4 ഇഞ്ചോളം കട്ട് ചെയ്ത് കളയുന്നത്. ക്ലോസ്ഡ് നെക്കാണ് അല്ലെങ്കിൽ വൈഡ് അല്ലാത്ത നെക്കാണെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ജോയിൻറ്റ് ചെയ്ത അഡീഷണൽ പീസ് ഫ്രണ്ടിലെയോ ബാക്കിലെയോ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ നമ്മുടെ ഷോൾഡറുകൾ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിന് നമുക്കത് ഇതുപോലെ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ ഷോൾഡർ പാർട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം സ്ലീവ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം സ്ലീവ്സിൻ്റെ സെൻറ്ററിലായിട്ട് എനിക്ക് കുറച്ച് ചുരുക്കിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സെൻറ്റർ പാർട്ടിന് ഭയങ്കര വിട്ട് പോലെ ഫീൽ ചെയ്യുന്നത്. അപ്പം ആദ്യം ഞാൻ ഒരു ബെൽ സ്ലീവ് പോലെ കൊടുക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഹക്കോബ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത് വല്ലാതെ തെറിച്ച് നിൽക്കുന്നത് കൊണ്ട് അത് അവോയ്ഡ് ചെയ്തതിന് ശേഷം ഞാൻ സാധാരണ സ്ലീവ് ഇതുപോലെ സെൻറ്ററിൽ പ്ലീറ്റ്സ് ഇട്ടെടുക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുത്തു. ഇത് ആക്ച്വലി ഒരു കുട്ടി സ്ലീവാണ്. ഇതിനൊരു 4 ഇഞ്ചോളം ഇറക്കമേ ശരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്നുള്ളൂ. ഇനി നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ പാർട്ടിലായിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള ഫോൾഡിങ്സ് അല്ലെങ്കിൽ ചുരുക്കുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. 2 സ്ലീവ്സിനും നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ ചുരുക്കിട്ട് കൊടുക്കാം. അപ്പം എനിക്ക് പീസ് തികയാഞ്ഞതുകൊണ്ട് തന്നെ സ്ലീവ്സിൻ്റെ സൈഡിലായിട്ട് ഞാൻ അഡീഷണൽ പീസ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ബോട്ടം പോർഷന് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ്സിൻ്റെ സെൻറ്റർ പാർട്ട് നമുക്കറിയാൻ വേണ്ടി ഞാൻ ചെറിയ രീതിയിലുള്ളൊരു കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ടോപ്പിലേക്ക് നമ്മുടെ സ്ലീവ്സ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണം നമ്മുടെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവ്സും ജോയിൻറ്റ് ചെയ്ത് എടുക്കാം. ഷോൾഡറിൽ നിന്ന് ഇരുവശങ്ങളിലേക്കുമായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 2 സ്ലീവ്സും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ സൈഡ് വശം നമുക്ക് ജോയിൻറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പം ബോട്ടം പോർഷനിൽ എത്താറാകുമ്പം കുറച്ച് ഏരിയ വിട്ടതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം അതിന് ശേഷം നമ്മൾ ഇതുപോലെയാണ് ആ പീസുകൾ ജോയിൻറ്റ് ചെയ്യുന്നത്. ആദ്യം ഹക്കോബ മാത്രമായിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ലൈനിങ് മാത്രമായിട്ടും ജോയിൻറ്റ് ചെയ്ത് എടുക്കുവാണ്. അങ്ങനെ നമ്മൾ ഹക്കോബ ജോയിൻറ്റ് ചെയ്തു. ഇനി നമുക്ക് ലൈനിങ് മാത്രമായിട്ട് ജോയിൻറ്റ് ചെയ്ത് എടുക്കാം. നമുക്കിതുപോലെ തന്നെ മറ്റേ വശവും ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡ് അടിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ ബോട്ടം പോർഷന് ലെവലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും മടക്കി അടിക്കുക. അതിനുശേഷം സാധാരണ രീതിയിൽ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് താഴെ വരെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഹക്കോബ മെറ്റീരിയലും ലെവലാണോ എന്ന് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഹക്കോബ മെറ്റീരിയലും മടക്കി ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കുക. ഇനി നമ്മുടെ മെയിൻ പീസ്, അതായത് നമ്മുടെ ഹക്കോബ മെറ്റീരിയലിൻ്റെ ബോട്ടം പോർഷൻ ഞാൻ ലെവലായിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ അടിവശം ചെറിയ രീതിയിലൊന്ന് മടക്കി അടിക്കുവാണ്. അപ്പോൾ പ്രിൻസസ് കട്ട് ആയിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പീസുകൾ ജോയിൻറ്റ് ചെയ്ത് വന്നപ്പം ഒരു 1.5 ഇഞ്ചോളം വ്യത്യാസം ലെങ്ത്തിന് പല പീസുകൾക്കായിട്ട് വന്നിരുന്നു. അപ്പം ഞാനത് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷമാണ് ബോട്ടം ഇതുപോലെ ചെറിയ രീതിയിൽ മടക്കി അടിച്ചെടുക്കുന്നത്. അപ്പോൾ ലൈനിങ് അടിക്കാൻ നേരം നമ്മൾ ഇതുപോലെ തന്നെ ബോട്ടം പോർഷന് ലെവലാണോ എന്ന് ചെക്ക് ചെയ്ത്, അതുപോലെ തന്നെ ഹക്കോബയ്ക്ക് ഒരു ഇഞ്ചോളം മുകളിലായിട്ടാണോ നിൽക്കുന്നതെന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം, ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം വേണം മടക്കി അടിക്കാനായിട്ട്.
ബാക്കിൽ ഞാൻ ഇതുപോലെ ഒരു ബോ വെച്ചിട്ടുണ്ട്. ബോ വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ടും ഒരു കുറച്ച് ബീഡ്സുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇതുപോലെ നമ്മുടെ ഫ്രോക്കിൻ്റെ ആ ഒരു ലൈനിൻ്റെ സെൻറ്റർ പാർട്ടിലായിട്ട് കുറച്ച് സ്റ്റോൺസുകൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഗം വെച്ച് ഒട്ടിക്കുന്ന സ്റ്റോണുകളാണ് ഞാൻ യൂസ് ചെയ്തത്. അങ്ങനെ അത് കുറച്ചുകൂടി ഒരു ഹെവി വർക്കാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീഡ്സും കൂടെ ഞാൻ ആഡ് ചെയ്തിരുന്നു. തീരെ സിമ്പിളാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് ബീഡ്സും കൂടെ അഡീഷണലായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബോ വെച്ചപ്പം ശരിക്കും എനിക്ക് ബോയും ടെയിലും വെക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ബോ വെച്ച് കഴിഞ്ഞപ്പം എനിക്കൊരു സംശയം തോന്നി, ടെയിൽ വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടാകുമോ എന്ന്. പക്ഷേ അറ്റ് ലാസ്റ്റ് ഫൈനൽ ഞാൻ അതിലേക്ക് ഒരു ടെയിൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്ക് ഞാൻ ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ സ്റ്റോൺസും കൂടെ ഒട്ടിച്ചെടുത്താൽ മാത്രം മതിയാവും. പിന്നെ ഈ ഒരു ഗമ്മ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ബീഡ്സ് ആയിക്കോട്ടെ സ്റ്റോൺ ആയിക്കോട്ടെ നല്ല രീതിയിൽ സ്റ്റിക്ക് ആവണുണ്ട്. ഒത്തിരി സമയം വേണ്ട അത് ഉണങ്ങിയെടുക്കാൻ വേണ്ടി. അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ കുറച്ചേറെ സ്റ്റോൺസ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഒത്തിരി നല്ല കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഫ്രോക്ക് ഇട്ട് പോയപ്പോൾ. അപ്പം അതുപോലെ തന്നെ ഞാൻ എവിടെയോ പോയിട്ട് നല്ല ടയേർഡായിട്ട് വന്നിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടയേർഡ്നെസ് ഫേസിൽ നന്നായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ നമ്മുടെ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ.